നമ്മുടെ കുട്ടികളെല്ലാവരും തന്നെ പഠിക്കുന്നത് എന്തിനാണ്? എക്സാമിന് നന്നായിട്ട് മാർക്സ് വാങ്ങിക്കാനും ഫുൾ A+ വാങ്ങിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണല്ലേ. പക്ഷേ നമ്മുടെ ഈ ഒരു എക്സാം അടുക്കുന്ന സമയത്ത് നമ്മുടെ കുട്ടികളുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നതും അവർ ഏറ്റവും കൂടുതൽ കമൻറ്റ് സെക്ഷനിൽ പറയുന്ന ഒരു കാര്യമാണ്, പക്ഷേ എന്നെക്കൊണ്ട് പറ്റുന്നില്ല, എനിക്ക് പഠിക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരു കാര്യം. അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് ഈ പഠിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ പഠിക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരു തോന്നൽ ഭയങ്കരമായിട്ട് നിങ്ങൾ ഈ ഒരു എക്സാം ടൈമിൽ നിങ്ങളെ എഫക്റ്റ് ചെയ്യുന്നത്? അതുമാത്രമല്ല, നമ്മൾക്ക് എന്തായിരിക്കും, നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ബുക്ക് എടുക്കുന്ന സമയത്തായിരിക്കും നമ്മൾക്ക് കൂടുതൽ സോഷ്യൽ മീഡിയ നോക്കാൻ വേണ്ടിയിട്ടുള്ള താല്പര്യം ഉണ്ടാവുക. ആൻഡ് സോഷ്യൽ മീഡിയയിൽ തുറക്കുമ്പോഴോ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ വെറുതെ ഫോൺ എടുക്കുന്ന സമയത്ത് എന്തായിരിക്കും, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് തോന്നുന്ന തരത്തിലുള്ള റീൽസ് ഒക്കെ നമുക്ക് കാണിച്ചു തരും. ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ? അതായത് എക്സാം ടൈമിൽ നമ്മൾ ഫോൺ നോക്കുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റീൽസ് ആയിരിക്കും. അതായത് നമുക്ക് ഫോൺ മാറ്റി വെക്കാൻ പോലും പറ്റാത്ത രീതിയിൽ നമുക്കിങ്ങനെ ഭയങ്കരമായിട്ട് അതിൽ എഡിക്റ്റഡ് ആവുന്നൊരു പോലത്തെ ഒരു ഫീൽ നമുക്ക് ഉണ്ടാവാറുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു ഫോൺ അഡിക്ഷൻ മാറ്റിയിട്ട് നമ്മുടെ സ്റ്റഡീസിലേക്ക് എങ്ങനെ കോൺസെൻട്രേഷൻ കൊണ്ടുവരാൻ വേണ്ടി പറ്റുമെന്നാണ് മിസ് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ടോപ്പർ അല്ലെങ്കിൽ നല്ലപോലെ പഠിക്കുന്ന ഒരു കുട്ടി അല്ലെങ്കിൽ എപ്പോഴും നല്ല മാർക്സ് വാങ്ങിക്കുന്ന ഒരു കുട്ടി ഒരിക്കലും ഇങ്ങനെ കുറേ നേരം ഫോണിൽ നോക്കില്ല. അവർ കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്യുന്ന എവിടെയായിരിക്കും? തീർച്ചയായിട്ടും അവരുടെ സ്റ്റഡീസിലായിരിക്കും. അപ്പം നമ്മൾ മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെ കൂടുതൽ ഫോണിൽ അഡിക്റ്റഡ് ആവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, പലപ്പോഴായിട്ട് നമ്മളോട് ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാകും നമ്മളെ കൊണ്ട് പഠിക്കാനൊന്നും പറ്റൂല, അല്ലെങ്കിൽ നമുക്ക് പഠിക്കാനുള്ള കഴിവില്ല എന്നുള്ള രീതിയിൽ ആരെങ്കിലും നമ്മുടെ മനസ്സിൽ അത് കിടപ്പുണ്ടാവും. ഞാനൊക്കെ എത്ര പഠിച്ചാലും ഇത്രയൊക്കെ പറ്റുള്ളൂ എന്നുള്ളൊരു കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടാകും. രണ്ടാമത്തെ ഒരു കാര്യം, നിങ്ങൾ ബുക്ക് എടുത്ത് പഠിക്കാൻ തുടങ്ങുമ്പോഴായിരിക്കും ചിന്തിക്കുന്നത്, ഇതിനി പഠിച്ചിട്ട് എപ്പോൾ തീരാനാ, ഇത്രയും പഠിക്കാനുണ്ട്, അല്ലെങ്കിൽ ഇത്രയും മാസങ്ങളുള്ള പഠിക്കാനുള്ള സാധനം ഞാനിനി ഒരു മാസം കൊണ്ട് പഠിച്ചു കഴിഞ്ഞാൽ എങ്ങനെ തീരാനാണ്, എന്നാൽ മതി ഇനി പഠിച്ചത്, അല്ലെങ്കിൽ എക്സാമിനെ വരുന്നെടുത്ത് വെച്ച് കാണാം, എന്നാൽ കുറച്ച് റീൽസും കൂടെ കണ്ടു കളയാം, അല്ലെങ്കിൽ കുറച്ച് ഗെയിംസ് കളിച്ച് കളയാം എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും അല്ലേ. അപ്പോൾ ആദ്യം എൻ്റെ മക്കൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് എക്സാമിന് ഏറ്റവും നല്ല മാർക്സ് വാങ്ങിക്കണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഒരു തോന്നൽ, ഒന്നാമതായിട്ട് എന്നെക്കൊണ്ട് പറ്റൂല, അല്ലെങ്കിൽ നീയൊക്കെ എത്ര പഠിച്ചു കഴിഞ്ഞാൽ ഇത്ര പറ്റുള്ളൂ, നിനക്ക് ഫുൾ A+ ഒന്നും പറ്റില്ല എന്നുള്ളൊരു തോന്നൽ നിങ്ങൾ മാറ്റി വെക്കുക. അങ്ങനൊരു സംഭവം ഇല്ല. അതായത് പഠിച്ചു കഴിഞ്ഞാൽ ആർക്കായാലും നല്ല സ്കോർ കിട്ടും, നല്ല റിസൾട്ട് കിട്ടും. രണ്ടാമതായിട്ട്, ഏതായാലും ഇത്ര ആയില്ലേ, ഇനിയിപ്പോൾ എവിടെ എത്താൻ പോകുന്നില്ല, ആ ഒരു ചിന്ത മാറ്റുക. അതായത് നമ്മൾ ഇനി എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മളുടെ എക്സാമിന് മാറ്റർ ചെയ്യുക, അല്ലാതെ ഇത്രയും കാലം നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ളതല്ല. ചിലപ്പോൾ അത് ഇത്രയും കാലം നിങ്ങൾ ടൈം വേസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചെറിയ രീതിയിൽ നിങ്ങളുടെ എക്സാമിനെ ബാധിക്കുന്നുണ്ടാവാം. പ്രത്യേകിച്ച് നമുക്ക് കുറഞ്ഞ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കുറേ പോർഷൻസ് ഒന്നും കവർ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. പക്ഷേ നിങ്ങളൊന്നും ചെയ്യാതിരുന്നു കഴിഞ്ഞാലോ, ഫെയിലാകും, 0 ആയിരിക്കും കിട്ടാൻ വേണ്ടി പോകുന്നത്. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങളുടെ എക്സാമിനെ മാറ്റിമറിക്കും. അപ്പോൾ ആ ഒരു 2 ചിന്തകൾ എൻ്റെ കുട്ടികളെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് മാറ്റിവെക്കാം. ഇനി നമുക്ക് നമ്മുടെ സ്റ്റഡീസിലേക്ക് വരുന്ന സമയത്ത്, നമുക്ക് ഫോൺ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യാൻ തോന്നുന്ന സമയത്ത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾക്ക് ഇപ്പോൾ ഈ കുറച്ച് നേരം അല്ലെങ്കിൽ ഈ കുറച്ച് സമയം നമ്മൾ ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമോ ഗെയിമോ കളിക്കാതിരിക്കുന്നത് കൊണ്ട് നമ്മുടെ ലൈഫിൽ ഒരു മാറ്റവും സംഭവിക്കില്ല. ഇൻസ്റ്റാഗ്രാം കളിച്ചില്ല, അത്രയേ ഉള്ളൂ. ഗെയിം കളിച്ചില്ല, അത്രയേ ഉള്ളൂ. ഓക്കെ. പക്ഷെ നിങ്ങൾ പഠിക്കാതിരുന്ന് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ലൈഫിൽ തീർച്ചയായിട്ടും മാറ്റം ഉണ്ടാക്കും. അതായത് ക്രിസ്മസ് എക്സാമിന് നിങ്ങൾ വിചാരിച്ച രീതിയിൽ നിങ്ങൾക്ക് മാർക്ക് ഉണ്ടാവില്ല. ക്രിസ്മസ് എക്സാമിന് മാർക്കില്ലാതെ ആകുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് കുറയാൻ തുടങ്ങും. അത് നിങ്ങളുടെ പബ്ലിക് എക്സാമിന് വേണ്ടിയിട്ടുള്ള പഠിത്തത്തിനെയും ബാധിക്കും. അതായത് ഒരു ടോപ്പർ എപ്പോഴും പഠിക്കണമെന്ന് ചിന്തിക്കുന്നതിനുള്ള കാരണം, അവർക്ക് റിവാർഡ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. പഠിക്കുന്നു, മാർക്ക് കിട്ടുന്നു, അപ്പോൾ ഇനിയും പഠിക്കാൻ തോന്നുന്നു, വീണ്ടും പഠിക്കുന്നു, മാർക്ക് കിട്ടുന്നു. അപ്പം നിങ്ങൾ ആദ്യം എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ കുട്ടികൾ, ആ റിവാർഡ് നിങ്ങൾക്ക് കിട്ടാവുന്ന രീതിയിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം, നിങ്ങൾ പഠിക്കണം. സോഷ്യൽ മീഡിയ ഇനി കുറച്ച് ദിവസങ്ങൾ കൂടിയല്ലേ ഉള്ളൂ, ഇനി ഒരു മാസം കൂടിയാണ് നമ്മുടെ ക്രിസ്മസ് എക്സാമിന് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ആ ഒരു മാസത്തേക്ക് നിങ്ങൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാതിരിക്കുക. നിങ്ങൾക്ക് ഫോണാണ്, നമ്മുടെ ആപ്പുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റാഗ്രാമും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാം. ഗെയിം ആക്റ്റീവായിട്ട് കളിക്കുന്ന മക്കളാണെങ്കിൽ നിങ്ങളത് അൺഇൻസ്റ്റാൾ ചെയ്തിട്ട്, അപ്പോൾ 2-3 ദിവസം നമുക്ക് ഭയങ്കര ഇറിറ്റേഷനും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ വിത്തിൻ ഡേയ്സ് ശരിയായിക്കോളും. അപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിലും ഈ ഗെയിംസിലൊക്കെ കൊടുക്കുന്ന അതേ ഫോക്കസ് നമ്മുടെ സ്റ്റഡീസിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിച്ചതിനേക്കാൾ ഒത്തിരി സമയം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ എന്ത് ചെയ്യുക, നിങ്ങളെക്കൊണ്ട് എത്രയാണ് ഒരു ദിവസം പഠിക്കാൻ പറ്റുക? 1 മണിക്കൂറോ 2 മണിക്കൂറോ, അത് എത്രയാണോ, അത് എത്ര കുറച്ചായാലും കുഴപ്പമില്ല. ചിലപ്പോൾ അരമണിക്കൂറായിരിക്കും. ആ അരമണിക്കൂറെങ്കിൽ അരമണിക്കൂർ നിങ്ങൾ പഠിച്ച് തുടങ്ങുക.
അതെല്ലാ ദിവസവും അതേ സമയത്ത് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. അങ്ങനെ പതിയെ പതിയെ നമ്മളൊരു ട്രാക്കിൽ കയറി കഴിഞ്ഞാൽ നമുക്കത് 2 മണിക്കൂറാക്കാം, പിന്നെ 3 മണിക്കൂറാക്കാം. അങ്ങനെ നമുക്ക് പഠിച്ച് പോകാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ എൻ്റെ മക്കൾ ചെയ്തു നോക്കുക. ഇനി മിസ്സേ ഈ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ക്ലാസ് എവിടെയാണ് കിട്ടുക, നോട്ട് എവിടെയാണ് കിട്ടുക, ക്വസ്റ്റ്യൻസ് ഒക്കെ ഞങ്ങൾ എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യുക, ഇതൊന്നും കയ്യിലില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ എക്സാമിനറുടെ ബാച്ചുകളുണ്ട്. നമ്മുടെ ബാച്ചിൽ നിങ്ങൾക്ക് ഓൾറെഡി ക്ലാസ്സുകൾ ഉണ്ടാകും. നിങ്ങളുടെ സ്പീഡ് അനുസരിച്ച് നിങ്ങൾക്ക് ഫാസ്റ്റ് ആക്കിയിട്ടോ സ്ലോ ആക്കിയിട്ടോ ഒക്കെ കാണാൻ പറ്റും. നോട്ട്സ് ഉണ്ടാകും, വർക്ക്ഷീറ്റ് ഉണ്ടാകും, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ. ഇതൊക്കെ വെച്ചിട്ട് വളരെ സ്മൂത്തായിട്ട് പഠിക്കാൻ പറ്റും. ഇനി ഒരൊറ്റ മാസമാണ് മക്കളെ നമ്മുടെ കയ്യിലുള്ളത്. ഈ ഒരു മാസം നമ്മളൊന്ന് ആഞ്ഞു വലിച്ച് പിടിച്ചു കഴിഞ്ഞാൽ ക്രിസ്മസ് എക്സാം നമ്മുടെ കൂടെ ഇങ്ങ് പോരും. അപ്പോൾ ഇങ്ങനെ നമ്മൾ അടിപൊളിയായിട്ട് പഠിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ താല്പര്യമുള്ള മക്കൾക്കാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക, നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുക.